ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 80. ഉദീർണ സർവതചക്ഷുരനീശ ശാശ്വത സ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർ വിശോക ശോകനാശന. ഹരി ഓം. ഹരി ഓം. 624 നാമം ഉദീർണ. സർവഭൂതങ്ങളിൽ നിന്നും ഉദ്രിക്തനായിരിക്കുന്നു. അതായത് ഒരു ദിവിക്തനായിരിക്കുന്ന, അതിൽ നിന്നൊക്കെ മാറിയിട്ട് അതിനേക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഉദീർണ. 625 നാമം സർവത ചക്ഷു. സർവത, എല്ലായിടത്തും തൻ്റെ കണ്ണുള്ളവൻ, എല്ലായിടത്തും കണ്ണെത്തുന്നവൻ. കാരണം അത്രയും ശ്രദ്ധ വേണം ഈ ലോകം മുഴുവൻ, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ആ ഭഗവാന്റെ ആ ഒരു ചൈതന്യം, ഒരു നിയന്ത്രണം ഉണ്ടാവണം എന്നാണ്. അതിന് സർവത, എല്ലായിടത്തും തൻ്റെ തന്നെ ചൈതന്യം കൊണ്ട് ഭഗവാൻ എല്ലാം കാണുന്നു എന്നതിനാൽ സർവത ചക്ഷുഹു. 626 നാമം അനീശഹ. സ്വയം എല്ലാറ്റിനും ഈശ്വരനാണ് ഭഗവാൻ. ഭഗവാനെ നിയന്ത്രിക്കാൻ മറ്റൊരു ഈശ്വരൻ ഇല്ല. അതുകൊണ്ട് ഭഗവാൻ അനീശഹ. 627 നാമം ശാശ്വത സ്ഥിരഹ. എത്രയൊക്കെ അവതാരങ്ങൾ എടുത്ത് പല രൂപത്തിൽ പല ഭാവത്തിൽ ഭഗവാൻ വന്നാലും തൻ്റെ ആ പരമാത്മസ്വരൂപത്തിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. അതെപ്പോഴും ശാശ്വതമായിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്നു. യാതൊരു വികാരവും കൂടാതെ, യാതൊരു മാറ്റവും കൂടാതെ എന്നും ഒരേ നിലയിൽ സ്ഥിരമായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശാശ്വത സ്ഥിരഃ. 628 നാമം ഭൂഷയ. ഭൂമിയിൽ ശയിച്ചവൻ അല്ലെ. ശ്രീരാമാവതാര കാലത്ത് വനവാസ സമയത്ത് പർണശാലയൊക്കെ കെട്ടുന്നതിന് മുമ്പ് ഗുഹനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഗുഹൻ ഭഗവാനെ കൂട്ടി നദി കടത്തി അക്കരെ എത്തിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു രാത്രി ഭഗവാൻ ഭൂമിയിലാണ് ശയിക്കുന്നത്, കിടക്കുന്നത്. പിന്നീട് സമുദ്രത്തിൽ സേതു കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന സമയത്ത് വ്രതം എടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഭൂമിയിൽ ശയിച്ചിട്ട് വ്രതമൊക്കെ എടുക്കുമ്പോൾ ആ ഭൂമിയിൽ തന്നെ ശയിക്കണം എന്നാണ് വ്രതം എടുക്കുമ്പോൾ. മറ്റ് വിരിയോ കിടക്കയോ ഒന്നും പാടില്ല എന്നാണ്. അങ്ങനെ സമുദ്രത്തോട് പ്രാർത്ഥിച്ച് വഴി തരാൻ വേണ്ടിയിട്ട്, ലങ്കയിലേക്ക് പോകാൻ വേണ്ടി ഒരു പ്രതീതി തേടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വ്രതമെടുത്ത് ഭൂമിയിൽ ശയിക്കുന്നത്. അങ്ങനെ സമുദ്രത്തോട് പ്രാർത്ഥിച്ചു. പിന്നീട് അത് സമ്മതിക്കാത്തതിനാൽ, വരുണദേവൻ പ്രത്യക്ഷപ്പെടാത്തതിനാൽ കോപം കൊണ്ട് സമുദ്രത്തെ തന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെയാണ് രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ രാവണനെ കൊല്ലുക എന്നുള്ള വ്രതം സ്വീകരിച്ച് ഭൂമിയിൽ ശയിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഭൂഷയ എന്ന നാമം. 629 നാമം ഭൂഷണ. ഭഗവാന്റെ ശ്രീരാമാവതാരം, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ അവതാരം, ഇതൊക്കെ തന്നെ ഭൂമിക്ക് അലങ്കാരമായിരുന്നു എന്നാണ്. ആ സമയത്ത് ആ ഭൂമി സർവ്വ ഐശ്വര്യങ്ങളാൽ സമ്പന്നയായിരുന്നു. അങ്ങനെ ഭൂമിക്ക് തന്നെ അലങ്കാരമായ അവതാരങ്ങളെ സ്വീകരിച്ചവൻ, അതാണ് ഭൂഷണ. 630 നാമം ഭൂതിഹി. ഭൂതി എന്നാൽ വിഭൂതി, സർവവിഭൂതികളുടെയും കാരണമായിരിക്കുന്നതിനാൽ ഭൂതി, എല്ലാ വിഭൂതികളും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ശ്രേഷ്ഠമായിരിക്കുന്നവയെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ഭൂതി ഇനി മറ്റൊരർത്ഥത്തിൽ ഉള്ളവൻ, സത്തായിട്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഭൂതി എന്ന് പറയുന്നുണ്ട്. 631 നാമം വിശോക. പരമാനന്ദ സ്വരൂപനാകയാൽ ഒരിക്കലും ശോകമില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ വിശോക. 632 നാമം ശോകനാശന. ആരാണോ ഒരിക്കലും ശോകമില്ലാത്തവനായി തീരുന്നത്, അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ ശോകത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭഗവാനെ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ ശരിയായ രീതിയിൽ, അതായത് ഭഗവാനിൽ അനന്യമായ ഭക്തിയോടുകൂടി സ്മരിക്കുന്ന ഭക്തന് പിന്നെ ശോകമില്ല. അങ്ങനെ ഭക്തന്റെ ശോകത്തെ നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശോകനാശന. ഹരി ഓം.